ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായാണ് കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത്. ആ കലോത്സവത്തിനാണ് ഇന്നിവിടെ തിരി തെളിയുന്നത്. നമ്മുടെ സംസ്ഥാനം 1956 രൂപം കൊണ്ടതിന് ശേഷമാണ് ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അന്നതിന് യുവജനോത്സവം എന്നായിരുന്നു പേര്. എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ കലോത്സവം. ഒരു ദിവസം മാത്രമായിരുന്നു അന്നത്തെ കലോത്സവം. അതിൽ സ്കൂളുകളിൽ നിന്ന് നേരിട്ട് വന്ന 200 കുട്ടികളാണ് പങ്കെടുത്തത്. പിന്നീടാണ് സബ് ജില്ലാ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. 1975 മോഹിനിയാട്ടം, കഥകളി, സംഗീതം, അക്ഷരശ്ലോകം തുടങ്ങിയവ ഉൾപ്പെടുത്തി കലോത്സവം കുറേ കൂടി വികസിപ്പിച്ചു. 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത്. 70 വർഷം കൊണ്ട് ഈ മേളക്ക് വന്ന മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. 56 200 മത്സരാർത്ഥികൾ ഇന്ന് 14,000-ലധികമായിരിക്കുന്നു. ഒരു പരാതിക്കും ഇട നൽകാതെയാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായി കലോത്സവം നടക്കുന്നത്. ഇത്തവണയും അതങ്ങനെയാവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് സ്വാഗത പ്രസംഗത്തിലൂടെ അഭ്യർത്ഥിച്ചത്. അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കല. അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നു. ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത്. ചിത്രകാരൻ വരയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു. ഗായകർ സ്വരം കൊണ്ടാണ് അത് ചെയ്യുന്നത്. അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും എല്ലാം അത് സൃഷ്ടിക്കുകയാണ്. ആത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം. പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്തൽ കൂടിയാവണം കലയുടെ ധർമ്മം.